നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് ഒരു പ്രത്യേക സർഫസിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. ചില സർഫസുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ സർഫസിൽ എല്ലാ സ്ഥലത്തും ഈച്ച് ആൻഡ് എവരി പോയിന്റ്സിൽ പൊട്ടൻഷ്യലിൻ്റെ വില സെയിം ആയേക്കാം. ഏതെങ്കിലും ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യലിൻ്റെ വില സെയിം ആണ് എന്ന് വന്നാൽ ആ സർഫസിനെ നിങ്ങൾക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈക്വൽ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ അതിനെ ഒരു ഭംഗിക്ക് വേണ്ടി ചുരുക്കി ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഈസ് എ സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റിമൈൻസ് സെയിം അറ്റ് ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് ഇൻ ഇറ്റ്. ഇപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ധാരാളം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊരു 2 സർഫസ് പരിചയപ്പെടുത്താം. ഏതൊരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ്, ഒരു സ്ഫിയർ, ചാർജ്ഡ് സ്ഫിയർ, സംശയിക്കണ്ട, ആ ചാർജ്ഡ് സ്ഫിയറിൻ്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ ആയിരിക്കും. ആ ചാർജ്ഡ് സ്ഫിയറിൻ്റെ സർഫസിൽ എവിടെ പരിശോധിച്ചാലും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ സ്ഫിയർ എന്നല്ല, ഏത് കണ്ടക്ടർ എടുത്താൽ സർഫസ് ഓഫ് എവരി ചാർജ്ഡ് കണ്ടക്ടേഴ്സ് വിൽ ബി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. 1. 2, ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് അകലത്തിൽ കുറേ പോയിന്റ്സ് എടുക്കുക. ഒരു ചാർജിന് ഈക്വൽ ഡിസ്റ്റൻസ് അകലത്തിൽ കുറേ പോയിന്റ്സ് എടുക്കുക. ആ പോയിന്റുകളിൽ കൂടെ ഒരു സർഫസ് പരിഗണിക്കൂ. ദാറ്റ് സർഫസ് പാസിംഗ് ത്രൂ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ചാർജ്, അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഇതാണ് +2കാരെ സംബന്ധിച്ച് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. 2 എക്സാമ്പിൾ, കൂടുതലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന 2 എക്സാമ്പിൾസ് ഇതാണ്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാനൊരു 3 പ്രോപ്പർട്ടീസ് പരിചയപ്പെടുത്താം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടീസ്. 1, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസുമായി ബന്ധപ്പെട്ട് ലൈൻസ് വരയ്ക്കേണ്ടി വന്നാൽ ഷുഡ് ബി ഡ്രാൺ, ലൈൻസുകൾ എപ്പോഴും ഷുഡ് ബി ഡ്രാൺ നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ലൈനുകൾ വരയ്ക്കേണ്ടി വന്നാൽ ദേ ഷുഡ് ബി ഡ്രാൺ പെർപെൻഡിക്കുലർ, നോർമൽ ആയിട്ട് വേണം വരയ്ക്കാൻ സർഫസിൽ. 2, നിങ്ങൾ എന്തു തന്നെ സംഭവിച്ചാലും ചെയ്താലും 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ നെവർ ഇന്റർസെക്ട്, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി. 3, നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സാധനം ചലിക്കണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എനർജി, ഹൈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്ത് നിന്നും ലോ പൊട്ടൻഷ്യൽ ഉള്ള എനർജി ഉള്ള ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലത്തേക്കാണ്, സ്ലോപ്പുകളിലാണ് സാധനങ്ങൾ ചലിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചലിക്കത്തുള്ളൂ. അപ്പോൾ ഒരു സർഫസിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് വന്നാൽ അവിടെ ഒരിക്കലും വസ്തുക്കൾ, ചാർജുകൾ ചലിക്കില്ല. അഥവാ ചാർജുകൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ചലിപ്പിക്കാൻ ചെയ്യുന്ന വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജസ് ഓവർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി 0 ആയി. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ 3 പ്രോപ്പർട്ടീസ്. 1, ലൈൻസ് വരയ്ക്കേണ്ടി വന്നാൽ ദേ ഷുഡ് ബി ഡ്രാൺ നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കണം. 2, 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ നെവർ ഇന്റർസെക്ട്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. 3, നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് ചാർജസ് ഓവർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ചാർജുകൾ ചലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എപ്പോഴും 0 ആണ്. കാരണം ചാർജുകൾ ചലിക്കില്ല, അഥവാ വർക്ക് 0 ആണ്, വർക്ക് അവിടെ നടക്കില്ല. ദെൻ നമുക്കിനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കണ്ടെത്തി ഇവിടെ ലൈൻസ് വരയ്ക്കാം. ഞാനൊരു 3 സ്ഥലത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കണ്ടെത്തി ലൈൻസ് വരച്ചു തരാം. ആദ്യം യൂണിഫോം ഫീൽഡിലെയാണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പോകുന്നു. എവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സാണ് വരയ്ക്കാൻ പോകുന്നത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ലൈൻസാണ്. നമ്മൾ പഠിച്ചു, എവിടെയോ ഫസ്റ്റ് ചാപ്റ്ററിൽ എവിടെയോ നമ്മൾ പഠിച്ചു ലൈൻസുകൾ യൂണിഫോം ഫീൽഡിൽ പാരലൽ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ലൈൻസ് വരച്ചോട്ടെ. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ദേ ഷുഡ് ബി പാരലൽ. പാരലൽ ആണ്. ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ. ഇത് പാരലലായി കണ്ടാൽ വിചാരിക്കുക യൂണിഫോം ഫീൽഡാണ്, പാരലലായിട്ടിരിക്കും. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വേണം. നോക്കൂ, ഞാൻ നോക്കിയപ്പോൾ ഈ പോയിന്റിൽ, ഈ ലൈനിലെ ഈ പോയിന്റിലും ഈ ലൈനിലെ ഈ പോയിന്റിലും ഈ ലൈനിലെ ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അവിടെ കൂടെ ഒരു പ്ലെയിൻ, ഒരു സർഫസ് കൺസിഡർ ചെയ്തോളൂ. ആ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ദിസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ദാറ്റ് യൂണിഫോം ഫീൽഡ്. അപ്പോൾ ആ യൂണിഫോം ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യലും വരച്ചു, ആ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും വരച്ചു. കണ്ടോ? ലൈൻ ഷുഡ് ബി ഡ്രാൺ പെർപെൻഡിക്കുലർ സർഫസിൽ. പിന്നെ ഈ ഒരു സർഫസ് കൂടെ വരച്ചു തരാം. ഈ പോയിന്റുകളിലൊക്കെ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഒരു സർഫസ് എടുത്തേ, ത്രൂ ദാറ്റ് പോയിന്റ്
This is another equipotential surface of this uniform field. Lines normal ആണ്. ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഈ പോയിന്റുകളിൽ ലൈനുകളിലെ ഈ പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഒരു സർഫസ് പരിഗണിച്ചോളൂ. സോ ദിസ് ഈസ് ആൾസോ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ദിസ് യൂണിഫോം ഫീൽഡ്. ഞാനൊരു യൂണിഫോം ഫീൽഡിലെ 3 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണിച്ചു. അവിടെ റെസ്പെക്റ്റീവ് ലൈൻസ് വരച്ചു. ഇത് യൂണിഫോം ഫീൽഡിലെ ഇക്വിപൊട്ടൻഷ്യൽസിന്റെ ലൈൻസ് ആണ് വരച്ചത്. ഇനി ഞാനൊരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസും അവിടുത്തെ ലൈൻസും കാണിക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് എറൗണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് പോയിന്റ് ചാർജ് ആണ് വരയ്ക്കുന്നത്. നമുക്ക് പോസിറ്റീവ് ചാർജ് എടുക്കാം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. ഞാൻ പോസിറ്റീവ് എടുക്കുന്നു. പോസിറ്റീവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈക്വൽ ഡിസ്റ്റൻസ് ഒരു 1 സെന്റിമീറ്റർ അകലെ കുറച്ച് പോയിന്റ് എടുക്കാം. ആ പോയിന്റുകളിൽ കൂടെയൊക്കെ ഒരു സർഫസ് കടന്നു പോട്ടെ. ലൈക്ക് ദിസ്. ഈ സർഫസ് ഈ ചാർജിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റുകളിൽ കൂടി കടന്നുപോയ സർഫസാണ്. സോ ദിസ് ഈസ് ആൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ. ഈ പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യലാണ്. ലൈൻസ് വരയ്ക്കുന്നു. നോക്കോളൂ. വരച്ചോ. പോസിറ്റീവ് ആയതുകൊണ്ട് ഡയറക്റ്റഡ് ഔട്ട്വേർഡ്സ്. അറ്റ് ദിസ് പോയിന്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നമ്മുടെ ലൈൻ നോർമലാണ്. ഒരു ലൈൻ കൂടെ വരയ്ക്കാം. ഡയറക്റ്റഡ് ഔട്ട്വേർഡ്സ്. ഹിയർ it is drawn normal to equipotential surface. Again one more. At this point equipotential നമ്മുടെ ലൈൻ നോർമൽ ആണ്. One more. Directed outwards. ഇവിടെ equipotential, both equipotential and lines നോർമൽ. ഇപ്പോൾ ഞാൻ പോയിന്റ് പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈൻസ് ആണ് വരച്ചത്. നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യലിന്റെ ആണ് എങ്കിൽ ഒറ്റ വ്യത്യാസം, ചാർജ് നെഗറ്റീവാണ്. സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ ആണ്. പക്ഷേ ലൈനിന്റെ ഡയറക്ഷൻ വിൽ ബി ഇൻവേർഡ്സ്, ടുവേർഡ്സ് നെഗറ്റീവ് ആയിരിക്കണം. അത്രയും. ഇപ്പം 2 സ്ഥലത്തെ ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈൻസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് യൂണിഫോമിന്റെ ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈൻസ് വരച്ചു. 2 പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈൻസ് വരച്ചു. ഇനി മൂന്നാമത്തത് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോണം. ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈൻസ് വരയ്ക്കാം. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽസിന്റെ ലൈൻസ് വരയ്ക്കാം. ഡൈപോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 ചാർജ് വേണം. പോസിറ്റീവ് നെഗറ്റീവ് ബോത്ത് ദീസ് ആർ ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരിക്കണം. പോയോ? 2 ചാർജിന്റെയും മിഡ് പോയിന്റ്, രണ്ടിന്റെയും മിഡ് പോയിന്റ് ഒരു സർഫസ് എടുക്കാം. ഈ സർഫസ് ഇതിൽ നിന്നും ഇക്വ ഡിസ്റ്റന്റ് ആണ്. സോ ദിസ് സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ ഫോർ ബോത്ത് ദീസ് ചാർജസ്. ഈ 2 പേർക്കും ഇക്വിപൊട്ടൻഷ്യൽ ആണ്. ഇതിൽ നിന്നൊരു 2 സെന്റിമീറ്റർ അകലത്തിൽ കുറെ പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റുകളിൽ കൂടെ ഒരു സർഫസ് ഞാൻ കടത്തിവിടട്ടെ. ഇക്വ ഡിസ്റ്റന്റ് ആയിട്ടുള്ള, പോസിറ്റീവിന്റെ ഇക്വ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്ന സർഫസ്. സോ ദാറ്റ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ ഓഫ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവിന് ഇക്വ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റുകൾ കണ്ടെത്തി അവിടെ കൂടി ഒരു സർഫസ് എടുക്കട്ടെ. ദിസ് ഈസ് ദ ഇക്വിപൊട്ടൻഷ്യൽ ഓഫ് നെഗറ്റീവ്. അപ്പോൾ ഇത് ഇക്വിപൊട്ടൻഷ്യൽ ഓഫ് പോസിറ്റീവ് ആണ്. ദിസ് വൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് നെഗറ്റീവ് ആണ്. ദിസ് വൺ ഇക്വിപൊട്ടൻഷ്യൽ ഓഫ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. ലൈൻസ് വരയ്ക്കണം. ശ്രദ്ധിച്ചോളൂ. ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഹിയർ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഹിയർ ആൾസോ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അഗെയിൻ ഹിയർ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ദ നെക്സ്റ്റ് വൺ വേണമെങ്കിൽ ഇതാ പുറത്തേക്ക് വരയ്ക്കാം. പോട്ടെ. സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, വെളിയിൽ കൂടെ വരുന്നുണ്ട്. ഇൻകൺവീനിയന്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ കൂടെ വന്ന് കയറും. ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടുവേർഡ്സ് നെഗറ്റീവ്. അറ്റ് ദിസ് പോയിന്റ് പൊട്ടൻഷ്യൽ സർഫസിന് ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണ്. രണ്ടാമതൊരു ലൈൻ വരയ്ക്കാം. Like this, perpendicular, again perpendicular here to this surface. One more, directed from positive to negative, perpendicular. Window, perpendicular, perpendicular. Here also, perpendicular. When I go to the verse, perpendicular.
വരട്ടെ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, കംപ്ലീറ്റ് ചെയ്യേണ്ട, വരട്ടെ. എക്സ്റ്റെൻഡ് ചെയ്ത് again the perpendicular ആണ് the surface from positive to negative. ഒന്നുകൂടെ വരയ്ക്കാം. directed from positive perpendicular ആണ്. here കംപ്ലീറ്റ് ചെയ്യുന്നില്ല, വരട്ടെ. once again ഇവിടെ വീണ്ടും പെർപെൻഡിക്കുലർ ആണ് ടുവേർഡ്സ് നെഗറ്റീവ്. ഇപ്പോൾ നമ്മൾ ഏതാനും ചില സർഫസുകൾ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളും അവിടുത്തെ ലൈൻസുമാണ് വരച്ചത്. 3 സ്ഥലത്തെയാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇക്വിപൊട്ടൻഷ്യലിലെ ലൈനുകളാണ്. 2, പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യലുകളുടെ ലൈനുകളാണ്. 3, ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യലിന്റെ ലൈനുകളാണ്. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ പാഠത്തിൽ പൊട്ടൻഷ്യൽ എന്ന സെക്ഷൻ തീർന്നു. ഈ കപ്പാസിറ്റൻസിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഇലക്ട്രിസിറ്റി ആണല്ലോ കഴിഞ്ഞ പാഠത്തിലും ഇപ്പോൾ ഈ പാഠത്തിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസിനെ 2 ആയി തിരിക്കാം. ചില ആളുകൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതിനെ നിങ്ങൾക്ക് ഇന്നു മുതൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. എന്തുകൊണ്ട് ഇവര് കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, they contains large number of free electrons. ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാ മെറ്റൽസും ആർ എക്സാമ്പിൾസ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി വെച്ചുകൊണ്ട് 2 ആയിട്ട് തിരിക്കാമെന്ന് പറയും. ഒന്നായി കണ്ടക്ടേഴ്സ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ചില ആളുകൾ വൈദ്യുതി കണ്ടക്ട് ചെയ്യാറില്ല. സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അവരെ വിളിക്കുന്ന പേര് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. എന്തുകൊണ്ട് യവന്മാർ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇൻ ഇൻസുലേറ്റേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ആബ്സെന്റ്, കാണാറില്ല. ഫ്രീ ഇലക്ട്രോണുകൾ കമ്മിയാണ്, കാണാറില്ല. അതുകൊണ്ടാണ് കണ്ടക്ഷൻ ചെയ്യാത്തത്. എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ പറയാം, പ്ലാസ്റ്റിക് ആകാം, വുഡ്, തടി ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഇനി കണ്ടക്ടേഴ്സ് വന്നിട്ട് നമുക്ക് ഇൻസുലേറ്റേഴ്സിൽ തിരിച്ചു വരാം. കണ്ടക്ടേഴ്സിൽ പോട്ടെ. ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കണ്ടക്ടറിലെ യൂണിറ്റ് വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ആണോ കാണുന്നത്, സച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് എ കണ്ടക്ടർ, അതിനൊരു പേരുണ്ട്. കണ്ടക്ടറിലെ യൂണിറ്റ് വോളിയത്തിൽ കാണപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്നാണ്. എല്ലാ പേരിലും ഇലക്ട്രോൺസ് ഉണ്ട്, എല്ലാ പേരിലും യൂണിറ്റ് വോളിയത്തിൽ ഇലക്ട്രോൺസുകൾ കണ്ടേക്കാം. ഞാനിപ്പോൾ കണ്ടക്ടേഴ്സിന്റെ കഥയാണ് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് എ കണ്ടക്ടർ, അതിനെ ഐദർ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നോ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്നോ പറയാം. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് 10⁻28 ഇലക്ട്രോൺസ് ആണ് യൂണിറ്റ് വോളിയത്തിൽ കണ്ടക്ടേഴ്സിൽ കാണാറ്. അഥവാ ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഓർ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഈസ് 10⁻28 ആണ്. ഇനി നമ്മൾ ഇലക്ട്രോൺസിലേക്ക് പോയാൽ കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റാൻഡം മോഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേഗത, വെലോസിറ്റി, സ്പീഡ് ഉണ്ടാകും. ആ സ്പീഡ് ഉള്ളി ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. സോ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോണുകൾക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന സ്പീഡിനെ തെർമൽ സ്പീഡ് എന്ന് വിളിക്കാം. ടെമ്പറേച്ചറിനെ മാത്രമേ ആശ്രയിക്കാം. സ്വതവേ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോണിന്റെ തെർമൽ സ്പീഡ് എന്ന് പറയുന്നത് 10⁻6 meters per second ആണ്. Is of about 10⁻6 meters per second. It is noted that free electrons in a conductors are in random motion. Its velocity mainly depends upon the temperature, so it is only called thermal. അതിന്റെ thermal speed, thermal velocity എന്നാണ് പറയാറ്. അതിന്റെ വാല്യൂ is of about 10⁻6 meters per second ആണ്. ഇത് സാധാരണ അവസ്ഥയിൽ. എങ്ങാനും നിങ്ങൾ കണ്ടക്ടേഴ്സിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യും, എന്നാൽ ആ ഇലക്ട്രോണുകൾ മുഴുവൻ ഫീൽഡിനെതിരായി പോകും, താല്പര്യമില്ലാതെ പോകുന്നു, ഡ്രിഫ്റ്റ്. അപ്പോൾ ആ ഇലക്ട്രോണുകൾക്ക് ഒരു സ്പീഡ് ഉണ്ടാകും, അതിന്റെ പേര് ഡ്രിഫ്റ്റ് സ്പീഡ് എന്നാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയപ്പെടുന്നു. ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ചെറുതാണ്, ആൻഡ് ഇറ്റ് ഈസ് ഓഫ് അബൌട്ട് 10⁻³ meter per second. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ധാരാളം ഇലക്ട്രോണുകളുണ്ട്, ഫ്രീ ധാരാളമുണ്ട്. പക്ഷെ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്ര തന്നെ കണ്ടക്ടേഴ്സിലെ, ആറ്റത്തിലെ, മോളിക്യൂൾസിൽ അത്ര തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം പോസിറ്റീവ്സിൽ കാണും. അതിൽ 1 or 2 ഫ്രീ ആയിരിക്കും ഇലക്ട്രോൺസ്.
ഇപ്പോൾ 10 ഇലക്ട്രോൺ ഒരു ആറ്റത്തിലുണ്ടെങ്കിൽ 10 തന്നെ പോസിറ്റീവ്സോ അതിൽ കാണാം, 2 3 ഫ്രീ കാണാം. ഇൻസുലേറ്റേഴ്സിൽ അത് കാണില്ല, ഫ്രീ ഇല്ല. ഇപ്പോൾ കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ, ഈവൻ ദോ കണ്ടക്ടേഴ്സ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിലും ദേ ആർ നോട്ട് ഇൻ എക്സസ്, അധികമല്ല. അത്ര തന്നെ പോസിറ്റീവ്സും കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ എല്ലാ കണ്ടക്ടേഴ്സിനെയും, പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെയല്ലേ, അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ കണ്ടക്ടേഴ്സിനെയും നിങ്ങൾക്ക് ഇലക്ട്രിക്കലി ന്യൂട്രൽസ് എന്ന് പറയാം. സോ എവറി കണ്ടക്ടേഴ്സ് ആർ റെഫേർഡ് ടു ബി ആസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ചോദ്യമാണ്, എന്തുകൊണ്ട് കണ്ടക്ടേഴ്സിനെ ഇലക്ട്രിക്കലി ന്യൂട്രൽസ് എന്ന് പറയുന്നു? നിങ്ങൾ പറയണം, ഈവൻ ദോ കണ്ടക്ടേഴ്സ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ദേ ആർ നോട്ട് ഇൻ എക്സസ്. അതുകൊണ്ട് എവറി കണ്ടക്ടേഴ്സ് ആർ കൺസിഡർഡ് ടു ബി ആസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയും. ദെൻ ഞാൻ ഇൻസുലേറ്റേഴ്സിലേക്ക് ഇറങ്ങാൻ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ വൈദ്യുതി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറില്ല, ആ ആളുകളുടെ പേരാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു. വുഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലേറ്റർ എന്ന് ഞാൻ പറയാം. ഇപ്പോൾ തെങ്ങ് വുഡാണ്, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലേറ്റർ ആണ്. പക്ഷെ മിന്നൽ, വൈദ്യുതി ചില സമയങ്ങളിൽ മരങ്ങളിൽ, തെങ്ങിൽ പതിക്കാറുണ്ട്, തെങ്ങിൽ കൂടി കടന്നു വരാറുണ്ട്. അതുപോലെ ഔട്ടർ സ്പേസിലെ മിന്നൽ നേരെ സ്പേസ്, വായു കടന്നാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. വായു ഒരു വൈദ്യുതി കടത്തിവിടാത്ത ആളാണ്, ഇൻസുലേറ്ററാണ്, ഇൻസുലേറ്റിംഗ് എഫക്റ്റാണ്, എന്നിട്ടും കടന്നു പോകാറുണ്ട്. ചില അപൂർവം അവസരങ്ങളിൽ ഇൻസുലേറ്റേഴ്സ്, വൈദ്യുതി കണ്ടക്ട് ചെയ്യാത്ത ഇൻസുലേറ്റേഴ്സ് ചില വൈദ്യുത സവിശേഷതകൾ കാണിക്കും. അങ്ങനെ ഇലക്ട്രിക് ബിഹേവിയർ, കണ്ടക്ഷൻ ഇല്ല എങ്കിലും ഇലക്ട്രിക് ബിഹേവിയർ എപ്പോഴെങ്കിലും ഇൻസുലേറ്റേഴ്സ് കാണിച്ചാൽ ആ അവസരത്തിൽ ഇൻസുലേറ്റേഴ്സിനെ വിളിക്കുന്ന പേര് ഡൈ ഇലക്ട്രിക്സ് ആണ്. അപ്പോൾ ആരാണ് ഡൈ ഇലക്ട്രിക്സ്? ഡൈ ഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റേഴ്സ് ദാറ്റ് ഷോ ഇലക്ട്രിക് ബിഹേവിയർ ഈവൻ വിത്തൗട്ട് കണ്ടക്ഷൻ. ഇൻസുലേറ്ററിന്റെ മറ്റൊരു പേരല്ല ഡൈ ഇലക്ട്രിക്. വൈദ്യുതി കടത്തിവിടാത്ത ഇൻസുലേറ്റർ ചില സമയങ്ങളിൽ, തെങ്ങ് ഇസ് എൻ ഇൻസുലേറ്റർ, മിന്നൽ തെങ്ങിൽ കൂടി കടന്നുപോയാൽ ദാറ്റ് ഇൻസുലേറ്റേഴ്സ് ഷോ ഇലക്ട്രിക് ബിഹേവിയർ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തെങ്ങിനെ, തടിയെ ഡൈ ഇലക്ട്രിക് എന്ന് പറയാം. അപ്പോൾ മറ്റൊരു പേരല്ല ഡൈ ഇലക്ട്രിക്കിന്റെ, ഇൻസുലേറ്ററിന്റെ മറ്റൊരു പേരല്ല ഡൈ ഇലക്ട്രിക്. ചില പ്രത്യേകതരം ഇൻസുലേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. ദാറ്റ് ഷോ ഇലക്ട്രിക് ബിഹേവിയർ ഈവൻ വിത്തൗട്ട് കണ്ടക്ഷൻ. ഇൻസുലേറ്റർ ദാറ്റ് ഷോ ഇലക്ട്രിക് ബിഹേവിയർ ഈവൻ വിത്തൗട്ട് കണ്ടക്ഷൻ ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക്. ഡൈ ഇലക്ട്രിക് എന്നില്ല, ഇൻസുലേറ്റർ എന്നില്ല, കണ്ടക്ടർ എന്നില്ല, ആരെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ നിർമ്മിക്കുന്നത് ആറ്റംസ് അഥവാ മോളിക്യൂൾസ് വച്ചിട്ടാണ്. എല്ലാ ആറ്റത്തിലും 2 സെന്റർ ഓഫ് ചാർജ് ഉണ്ട്. വൺ ഈസ് നെഗറ്റീവ്, അത് ന്യൂക്ലിയസിന്റെ പുറത്താണ്. അതർ ഈസ് പോസിറ്റീവ്, ന്യൂക്ലിയസിന്റെ അകത്താണ്. ഈ നെഗറ്റീവ് സെന്റർ ഓഫ് ചാർജ് എപ്പോഴും ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിലായിരിക്കും. പോസിറ്റീവ് സെന്റർ ഓഫ് ചാർജ് എപ്പോഴും ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോണിലാണ്, ന്യൂക്ലിയസിലാണ്. അപ്പോൾ എല്ലാ ആളുകളിലും ഡൈ ഇലക്ട്രിക്കിൽ, ഞാൻ ഡൈ ഇലക്ട്രിക്കായി ഇപ്പോൾ പഠിപ്പിക്കുന്നത്, there exist 2 centers of charges. One is positive and the other negative. Positive situates at the center of nucleus, inside the nucleus. Negative situates at electrons, in the electrons, electronsിലാണ്. ചില ഡൈ ഇലക്ട്രിക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ചില അപൂർവം അവസരങ്ങളിൽ പുറമേ നിന്ന് വേറെ ഫീൽഡ് ഒന്നും അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്, ചില ഡൈ ഇലക്ട്രിക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ ഓരോ മോളിക്യൂളിൻ്റെയും ഓരോ ആറ്റത്തിൻ്റെയും 2 സെന്റേഴ്സ് ഓഫ് ചാർജുകളും എപ്പോഴും ഒരേ പ്രത്യേകത കാണിക്കും, കോയിൻസൈഡ് ചെയ്യും, ഒരേപോലെ ഇരിക്കും. എന്നാൽ അത്തരം ഡൈ ഇലക്ട്രിക്കിനെ നിങ്ങൾക്ക് ഇന്ന് മുതൽ നോൺ പോളാർ ഡൈ ഇലക്ട്രിക് എന്ന് പറയാം. അപ്പം ആരാണ്? ഇതിനെ 2 ആയി തിരിക്കുന്നു, നോൺ പോളാർ എന്നും പോളാർ എന്നും. ഈ ഡൈ ഇലക്ട്രിക്കിനെ 2 ആയിട്ട് തിരിക്കാം. ആരാണ് നോൺ പോളാർ ഡൈ ഇലക്ട്രിക്? In some dielectrics, in the absence of external field, 2 centers of charges of each atom, of each molecule, coincides. ഒരേപോലെ. Such dielectrics are called non-polar dielectrics. ഒരേപോലെ വരുന്നത് കൊണ്ട് അത് അടിച്ച് ക്യാൻസൽ ആയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് അവിടെ ഒരു ഡൈപോൾ എഫക്റ്റ് ഒന്നും വരില്ല, ഡൈപോൾ മൊമെന്റ് ഒന്നുമില്ല. അത്തരം ഡൈ ഇലക്ട്രിക്കിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ദേ പോസസ് 0 ഡൈപോൾ മൊമെന്റ് ആണ്. എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് നോൺ പോളാറിന് ഹൈഡ്രജൻ ആകാം, നൈട്രജൻ പറയാം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പറയാം. ഞാൻ 2 ഒരു ഡയറ്റോമിക്കിൻ്റെയും ഒരു ട്രൈലൈൻ സ്ട്രക്ചർ പറയാം. ഹൈഡ്രജൻ നോക്കൂ, ലൈക്ക് ദിസ്, ഒരു ഹൈഡ്രജൻ, ദെൻ വൺ മോർ, സിമിലർ, വൺ മോർ, ചേരുമ്പോൾ H2. ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റർ ഇവിടെയാണ്, നെഗറ്റീവ് സെൻറ്റർ ഇവിടെയാണ്. എവൻ്റെ പോസിറ്റീവ് സിറ്റുവേറ്റ്സ് ഹിയർ, നെഗറ്റീവ് ഇവിടെ. നോക്കൂ, ഈ ആളിൻ്റെ ഇൻട്രാക്ഷൻ ഇങ്ങോട്ടാണ്, ഈ ആളിങ്ങോട്ട്, 2 പേരുടെ ഇൻട്രാക്ഷൻ സെയിം ആണ്.
ഒരേപോലെ, ദേ ക്യാൻസൽസ്, ഒരേപോലെ വന്നു, കോയിൻസൈഡ് ചെയ്തു, ഫലത്തിൽ ഇല്ലാത്തതുപോലെ. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് പ്രതീക്ഷിക്കണ്ട. ഇനി വേണമെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് N2 ആണെങ്കിൽ N എന്ന് എടുക്കാം, O2 ആണെങ്കിൽ OO. കാർബൺ ഡൈ ഓക്സൈഡ് വരയ്ക്കാം, ശ്രദ്ധിച്ചോണേ. 2 ഓക്സിജനും ഒരു കാർബൺ അല്ലേ. അപ്പോൾ കാർബൺ ഡൈ 14 ആണ്, ഓക്സിജൻ കുറച്ചുകൂടെ വലിയാണ്. ഒരു O വലുതാണ്, ദെൻ വൺ C ചെറുത്, എഗെയിൻ ഒരു വലിയ ലാർജർ O. കേട്ടോ, നമുക്കൊരു 3D എഫക്റ്റിന് വേണ്ടി വേണമെങ്കിൽ ഇതാ ഒന്ന് മാച്ച് വിട്ടേ, ഒരു 3D എഫക്റ്റ്. ഈ ആളിൻ്റെ പോസിറ്റീവ് OCO, ഈ ആളിൻ്റെ പോസിറ്റീവ് സിറ്റുവേറ്റ്സ് ഹിയർ, കാർബണിൻ്റെ പോസിറ്റീവ് സിറ്റുവേറ്റ്സ് ഹിയർ, ഓക്സിജൻ്റെ പോസിറ്റീവ് ഹിയർ. ദ ഇൻട്രാക്ഷൻ ഫ്രം ഓക്സിജൻ ടു കാർബൺ, ഈ ഓക്സിജൻ കാർബണിലേക്ക് കൊടുത്താലും സെയിം ഇൻട്രാക്ഷൻ ആണ്, കോയിൻസൈഡ്, ഒരേപോലെ, ക്യാൻസൽസ്, പ്രൊഡ്യൂസിങ് നോ നെറ്റ് ഡൈപോൾ, നോ നെറ്റ് ഡൈപോൾ മൊമെന്റ്. ഇത്തരം ഡൈ ഇലക്ട്രിക്കിന്റെ പേരാണ് നോൺ പോളാർ ഡൈ ഇലക്ട്രിക്. ഇനി നെക്സ്റ്റ് പോളാർ. ആരാണ് പോളാർ? ഇൻ സം അതർ ഡൈ ഇലക്ട്രിക്സ് നമ്മൾ പരിശോധിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിന്റെയും ഓരോ മോളിക്യൂളിന്റെയും സെന്റേഴ്സ് ഓഫ് ചാർജ് വിൽ നോട്ട്, ഇതുപോലെയല്ല, വിൽ നോട്ട് കോയിൻസൈഡ്. കാരണം ഷേപ്പ് അങ്ങനെയാണ്, ബിക്കോസ് ഓഫ് ദെയർ ആസിമെട്രിക് ഷേപ്പ്. വികൃതമായ ഒരു തോന്നിയ പോലുള്ള ഷേപ്പ് കാരണം ഒരു കാരണവശാലും ചില ഡൈ ഇലക്ട്രിക്കുകളിലെ ഓരോ ആറ്റത്തിന്റെയും ഓരോ മോളിക്യൂളിന്റെയും സെന്റേഴ്സ് ഒരിക്കലും കോയിൻസൈഡ് ചെയ്യാറില്ല. അത്തരം ഡൈ ഇലക്ട്രിക്കിന്റെ പേരാണ് പോളാർ ഡൈ ഇലക്ട്രിക്. എക്സാമ്പിൾസ് ആയി ഞാൻ തൽക്കാലം HCl പറയാം, അതുപോലെ H2O വെള്ളവും പറയാം. ഞാനൊന്ന് സ്ട്രക്ചർ വരയ്ക്കാം, നോക്കൂ. ഹൈഡ്രജൻ ചെറുതും ക്ലോറിൻ വലുതുമല്ലേ. H ചെറുത്, ക്ലോറിൻ വലുത്. കണ്ടോ, ഷേപ്പ് ഒരുമാതിരി അസിമെട്രിക്കാണ്. ഇത് ഹൈഡ്രജന്റെ പോസിറ്റീവ് സെന്റർ ആണ്, നെഗറ്റീവ് ഇവിടെ വരും. ഇതാണ് ഇവിടെയുള്ള ഇൻട്രാക്ഷൻ. ഇത് ക്ലോറിൻ്റെ പോസിറ്റീവാണ്, നെഗറ്റീവ് ഇവിടെയാണ്, ഇൻട്രാക്ഷൻ ഇതാണ്. അപ്പോൾ ഹൈഡ്രജൻ കൊടുക്കുന്ന ഇൻട്രാക്ഷൻ അല്ല ക്ലോറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരുപോലെ വരില്ല, കോയിൻസൈഡ് ചെയ്യില്ല, ക്യാൻസൽ ആകില്ല, കാണും, അവശേഷിക്കും. ഡൈപോൾ എഫക്റ്റ് ഉണ്ടാകും, ഡൈപോൾ മൊമെന്റ് കാണും, എന്തെങ്കിലും കാണും, ഡൈപോൾ മൊമെന്റ് എന്തെങ്കിലും, സം ഡൈപോൾ മൊമെന്റ് കാണും. ഇനി ഒന്നുകൂടെ വരച്ചു തരാം. വാട്ടർ നോക്കൂ, ശ്രദ്ധിച്ചോ. ഒരു ഓക്സിജൻ, 2 ഹൈഡ്രജൻ, ദിസ് വൺ, ദിസ് വൺ. ഒരു 3D എഫക്റ്റിനായിട്ട് നമുക്ക് ഒരു 3Dയുടെ എഫക്റ്റ് കിട്ടും. H2O, ഇതാണ് ഇവന്റെ പോസിറ്റീവ് സെന്റർ. ഇത് ഈ ഹൈഡ്രജന്റെ പോസിറ്റീവ് സെന്റർ ആണ്, ഇത് ഓക്സിജന്റെയാണ്. നോക്കൂ, ഈ ഹൈഡ്രജന്റെ ഇൻട്രാക്ഷൻ ഓക്സിജനിലേക്ക് ഇങ്ങനെയാണ്, ഇവന്റെ ഇൻട്രാക്ഷൻ ഇങ്ങനെയാണ്. വിൽ നോട്ട് കോയിൻസൈഡ് ബിക്കോസ് ഓഫ് ദിസ് ഷേപ്പ്, ആസിമെട്രിക് ഷേപ്പ്. അതുകൊണ്ട് അത് ക്യാൻസൽ ആകുന്നില്ല, നിലനിൽക്കും, അവശേഷിക്കും. അപ്പോൾ ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലേറ്റേഴ്സ് ആണ്, ദാറ്റ് ഷോസ് ഇലക്ട്രിക് ബിഹേവിയർ ഈവൻ വിത്തൗട്ട് കണ്ടക്ഷൻ. എല്ലാ ആളുകളിലും 2 സെന്റേഴ്സ് ഓഫ് ചാർജ് ഉണ്ട്. വൺ ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ന്യൂക്ലിയസ്, അതർ ഈസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ഇലക്ട്രോൺ. ഇൻ സം ഡൈ ഇലക്ട്രിക് നിങ്ങൾ പരിശോധിച്ചാൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് 2 സെന്റേഴ്സ് ഓഫ് ചാർജസ് ഓഫ് ഈച്ച് മോളിക്യൂൾ കോയിൻസൈഡ്സ് ചെയ്യാം. അത്തരം ആളുകളുടെ പേരാണ് നോൺ പോളാർ ഡൈ ഇലക്ട്രിക്. അവയ്ക്ക് എന്തെങ്കിലും ഡൈപോൾ മൊമെന്റ് കാണില്ല, ദേ പോസസ് സീറോ ഡൈപോൾ മൊമെന്റ്. എക്സാമ്പിൾ സ്ട്രക്ചർ വരച്ചു. ഇൻ സം അതർ 2 സെന്റേഴ്സ് ഓഫ് ചാർജസ് ഓഫ് ഈച്ച് മോളിക്യൂൾ ഒരിക്കലും വിൽ നോട്ട് കോയിൻസൈഡ് ബിക്കോസ് ഓഫ് ആസിമെട്രിക് ഷേപ്പ്. അങ്ങനെയുള്ള ആളുകളിൽ എന്തെങ്കിലും ഡൈപോൾ മൊമെന്റ് കണ്ടേക്കാം, ചെറുതാക്കി. എക്സാമ്പിൾസ് പറഞ്ഞു, സ്ട്രക്ചർ വരച്ചു. ഓക്കെ, ഇനി ഞാൻ 2 ആളുകളാണ് ഇവിടെ പഠിപ്പിച്ചത്, കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും, ഡൈ ഇലക്ട്രിക്സ്. ഞാൻ കണ്ടക്ടേഴ്സ് എടുക്കാം, 2 എടുക്കാം. ആദ്യം കണ്ടക്ടേഴ്സ് എടുക്കാം. ഞാനൊന്ന് ഫീൽഡ് അപ്ലൈ ചെയ്യും, ശ്രദ്ധിച്ചോ. ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഞാനൊരു കണ്ടക്ടർ എടുക്കും, നോക്കൂ, കണ്ടക്ടർ. ഞാനിതാ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഞാൻ ചുമ്മാ എൻ്റെ ഫീൽഡിനെ E0, അപ്ലൈഡ് ഫീൽഡിനെ E0 എന്ന് വിളിച്ചു. അപ്ലൈഡ് E0. ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോണുകൾ മുഴുവൻ ഫീൽഡിനെതിരായി ഡ്രിഫ്റ്റ് ചെയ്യും, എഗൻസ്റ്റ് ആണ്, ഇവിടെ വരും. സോ ദിസ് എൻഡ് ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ ഈ എൻഡിൽ പോസിറ്റീവ്, സോ ദിസ് എൻഡ് ബിക്കംസ് പോസിറ്റീവ്. ഇത് ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടായി, ഇതൊരു ഡൈപോൾ അവിടെ ഉണ്ടാകും, നമുക്കത് പിന്നെ പറയാം. ഈ ചാർജ് സെപ്പറേഷൻ ഒരു ഫീൽഡും ഉണ്ടാകും. ആ ഫീൽഡ് നമ്മുടെ ഫീൽഡിന് എഗൻസ്റ്റ് ആയിരിക്കും.
ഉണ്ടായ ഇൻഡ്യൂസ് ചെയ്ത ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഇ ഐ എന്ന് പറയും. കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഫീൽഡിന്റെ പ്രത്യേകത നമ്മുടെ ഫീൽഡിന്റെ എഗൻസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്. സോ ദേ ക്യാൻസൽ. വേറെ പ്രത്യേകത അവിടെ ഇല്ല. ഡൈപോൾ ഉണ്ടായി, നമുക്ക് പിന്നെ when electric field is applied across a conductor due to charge separation, electronകൾ moves towards one end, that end becomes negative and the other becomes positive. This charge separation produces some electric field inside it, EI inside it. Here against applied field E0M. Here both E0 and EI are equal and opposite. They cancels, producing no net field. വേറെ പ്രത്യേകതയൊന്നും അവിടെ ഉണ്ടാക്കില്ല. ഇത് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഡൈ ഇലക്ട്രിക്കിലേക്ക് പോവാം. ഡൈ ഇലക്ട്രിക് എടുക്കാം. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും E0. ഞാൻ ചുമ്മാ വിളിക്കുന്നില്ല. അപ്ലൈ ചെയ്യും. ഇടത്ത് നിന്ന് വലത്തോട്ട് അപ്ലൈ ചെയ്തു. ഇവിടെ ഫ്രീ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമല്ല. ഇലക്ട്രോണുകൾ ഫീൽഡിന് അഗൻസ്റ്റ് ആണ്, പക്ഷെ ഫ്രീ അല്ല. അതുകൊണ്ട് ആറ്റത്തിനകത്ത് തന്നെ കിടക്കും. ഫീൽഡിന് അഗൻസ്റ്റ് ആയി അകത്ത് തന്നെ ഈ എൻഡ് ഓഫ് ആറ്റം ബിക്കംസ് നെഗറ്റീവ്, ദിസ് ബിക്കംസ് പോസിറ്റീവ്. മറ്റേത് അങ്ങനെയല്ല, ഫ്രീ ആണ്, കംപ്ലീറ്റ് ആറ്റത്തിൻ്റെ വെളിയിറക്കില്ല. ഇവിടെ അങ്ങനെയല്ല, ആറ്റത്തിനകത്താണ് എഗൻസ്റ്റ്. സോ ആറ്റത്തിൻ്റെ അകത്ത് ഒരു എൻഡ് പോസിറ്റീവ് ആൻഡ് അതർ എൻഡ് ബിക്കംസ് നെഗറ്റീവ്. അങ്ങനെ അകത്താണെങ്കിലും ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടായി. ഇത് അകത്താണെങ്കിലും ഒരു ഡൈപോൾ ഉണ്ടാക്കും, ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കും. അതവിടെ നിൽക്കട്ടെ, ഫീൽഡ് ഉണ്ടാക്കും. ആ ഫീൽഡ് നമുക്കെതിരാണ്. ഞാനതിനെ ഇ പി എന്ന് വിളിക്കാം. പ്രത്യേകത ഇവിടെ ഇ പി E0ക്ക് എഗൻസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഈക്വൽ. ഇ പി ഈസ് ലെസ് ദാൻ E0 ആയിരിക്കും. ഇത് ഒരു ഫീൽഡ് അവിടെ അവശേഷിപ്പിക്കും, മിച്ചം വരും. അത് ഇതാണ് E0 മൈനസ് ഇ പി ആണ്. അവിടെ ഒരു നെറ്റ് ഫീൽഡ് ഉണ്ടാകും. ദാറ്റ് ഈസ് E0 മൈനസ് ഇ പി ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതിനെ വിളിക്കുന്ന പേര് ഡൈ ഇലക്ട്രിക്കിൽ കണ്ട പ്രതിഭാസമായതുകൊണ്ട് ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എന്താ, വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് ഡൈ ഇലക്ട്രിക്. നേരത്തെ കണ്ടക്ടേഴ്സിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരുന്നു, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഹിയർ നോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കേഴ്സ്. എന്നാലും ഇലക്ട്രിക് ഫീൽഡ് ഇ പി ഇൻഡ്യൂസസ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യും ഇൻസൈഡ് ദ ഡൈ ഇലക്ട്രിക്. എങ്ങനെ, എഗൻസ്റ്റ് നമ്മുടെ ഫീൽഡിന്, അപ്ലൈഡ് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് അതിനകത്ത് ഒരു ഇ ഉണ്ടാകും. ഞാനിതിനെ ഇ പി എന്ന് വിളിച്ചു. ഹിയർ ബോത്ത് E0 ആൻഡ് ഇ പി ആർ ഓപ്പോസിറ്റ് ആയിരിക്കാം, പക്ഷേ ഇ പി എപ്പോഴും E0യേക്കാൾ കുറവായിരിക്കും, കാരണം വലിയ സെപ്പറേഷൻ വന്നില്ലല്ലോ. അതുകൊണ്ട് ദിസ് ഇൻഡ്യൂസസ് എ നെറ്റ് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് E0 മൈനസ് ഇ പി. ഇതൊരു പ്രതിഭാസമാണ്. ദിസ് ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ. മനസ്സിലായി? ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് വരാം. ഇവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഡ്യൂ ടു ചാർജ് സെപ്പറേഷൻ ഫീൽഡ് ഉണ്ടായി എന്ന് പറഞ്ഞു. അതുപോലെ ഡൈപോളും ഉണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് ഡൈപോൾ മൊമെന്റും ഉണ്ടാക്കി. വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഡ്യൂ ടു ചാർജ് സെപ്പറേഷൻ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസസ് ഇൻ ഇറ്റ്. ഞാൻ മനസ്സിലാക്കുന്നു ഡൈപോൾ മൊമെന്റിന്റെ അക്ഷരം പി ആണെന്ന്. ആ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡിന് പ്രപ്പോർഷണലായി. ഞാനിവിടെ രണ്ട് ഫീൽഡ് വന്നതുകൊണ്ടാണ് E0 EI എന്ന് വിളിച്ചത്. ഇപ്പോൾ ഒരു ഫീൽഡ് അല്ലേ ഉള്ളൂ, ഇ. നിങ്ങൾക്ക് ഇക്വേഷനാണ് താല്പര്യം ആക്കാൻ, പ്രപ്പോർഷണാലിറ്റി ഇക്വേഷൻ ആക്കാൻ ഒരു കോൺസ്റ്റന്റ് എഴുതണം. ഞാനിവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് ആൽഫയാണ്, ആൽഫ ഇ. വേണമെങ്കിൽ മീഡിയം അറിയാൻ വേണ്ടി എപ്സിലോൺ 0 എന്ന് കേട്ടോ, ഫ്രീ സ്പേസ്. ആൽഫ ഹിയർ ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ആ ആൽഫയെ വിളിക്കുന്ന പേര് ആറ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അറ്റോമിക് പോളറൈസബിലിറ്റി എന്ന് പറയാം. മോളിക്കുളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മോളിക്കുലർ പോളറൈസബിലിറ്റി എന്ന് വിളിക്കാം. സോ വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഡ്യൂ ടു ചാർജ് സെപ്പറേഷൻ, നിശ്ചയമായും ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസസ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ദയർ പി ഈസ് പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫീൽഡ് ഇ ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ ആക്കണം. പി ഈക്വൽ ആൽഫ ഇ, വേണമെങ്കിൽ എപ്സിലോൺ 0 ആൽഫ ഇ, ആൻഡ് ആൽഫ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് അറ്റോമിക് ഓർ മോളിക്കുലർ പോളറൈസബിലിറ്റി. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തല്ലോ ഡൈ ഇലക്ട്രിക്കിൽ. അപ്പോഴും ചാർജ് സെപ്പറേഷൻ വലുതല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ടായി. അപ്പോൾ ചെറിയ ചെറിയ ആ ആറ്റങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ, ആ പ്രത്യേക സ്ഥലങ്ങളിൽ ഇതുപോലെ ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാകും, വലുതല്ലെങ്കിൽ. ഇവിടുത്തെ പ്രത്യേകത ഡൈപോൾ മൂവ്മെന്റ് ഓരോ സ്ഥലങ്ങളിലാണ്, ഓരോ പ്രദേശം, ഓരോ വോളിയത്തിലാണ്. സച്ച് ഡൈപോൾ മൂവ്മെന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് വോളിയം. ഡൈ ഇലക്ട്രിക്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ വലുതായി ചാർജ് സെപ്പറേഷൻ ഉണ്ടായില്ല എങ്കിലും ഡൈപോൾ സൃഷ്ടിക്കപ്പെട്ടു, ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. അവിടെ ഡൈപോൾ മൊമെന്റ് ഓരോ സ്ഥലത്താണ്. സച്ച് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് വോളിയം
സച്ച് ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം, അതിനൊരു പേരുണ്ട്. അതിന്റെ പേര് ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ എന്നാണ്. ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ. ഡൈപോൾ മൊമെന്റ് ആയതുകൊണ്ട് അക്ഷരം പി തന്നെയാണ്, തിരിച്ചറിയാൻ വെക്ടർ പി എന്ന് പറയാം. ഞാൻ മനസ്സിലാക്കുന്നു ഡൈ ഇലക്ട്രിക്കിലെ വെക്ടർ പിയും നമ്മുടെ ഫീൽഡിന് പ്രപ്പോർഷനിലാണ്. ഈസ് ആൾസോ ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ ഈസ് ആൾസോ പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫീൽഡ് ആണ്. നമുക്ക് ഇക്വേഷൻ വേണം. നോക്കൂ, വെക്ടർ പി ഈക്വൽ ഒരു കോൺസ്റ്റന്റ്. ഞാൻ ഉപയോഗിച്ച കോൺസ്റ്റന്റ് ഇതാണ്, ഗ്രീസ് ആൽഫബറ്റിന് കടമെടുത്തതാണ്. എക്സ് പോലെയാണ്, നമ്മുടെ എക്സ് പോലെ ഇരിക്കുന്നു, ചെറിയൊരു വ്യത്യാസം. ഇതങ്ങനെ തന്നെ എഴുതണം. ഇടത്തെ ബാർ ഒന്ന് ചെറുതായിട്ട് കാർപ്പായി വളച്ചെടുക്കുക. ഇത് ഗ്രീസ് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. അതിനെ കൈ എന്താണ് അവർ പറയാറ്? കൈ. ഹിയർ ഈസ് എ കോൺസ്റ്റന്റ്. കൈയെ നമ്മൾ ഇവിടെ വിളിക്കുന്ന പേര് സസെപ്റ്റിബിലിറ്റി എന്നാണ്. SUSCEPTIBILITY. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാഗ്നറ്റിസത്തിൽ ഇത് പഠിക്കാനുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയാം. മനസ്സിലായോ? വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് എ ഡൈ ഇലക്ട്രിക് ആണ്. ഈവൻ ദോ നോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഇല്ല എങ്കിൽ ഒക്കേഴ്സ്, നമുക്ക് ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ പ്രശ്നം ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഇന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലാണ്. സച്ച് ഡൈപോൾ മൊമെന്റ് ഡെവലപ്സ് പെർ യൂണിറ്റ് വോളിയം. അതിനെ നിങ്ങൾക്ക് ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ എന്ന് വിളിക്കാം. വെക്ടർ പി. It is noted here that electric polarization vector P is also applied to electric field ആണ്. നമുക്ക് ഇക്വേഷൻ ആക്കണം. ഈക്വൽ ഒരു കോൺസ്റ്റന്റ് കൈ ഇ കൈ ഇൻറ്റു ഇ. കൈ ഹിയർ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് electric susceptibility. Okay, clear.